മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. ചുമതലയേറ്റു. ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസ് പ്രസിഡന്റായി ഗോവ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോ പിതാവ് ചുമതലയേറ്റു. ഏഷ്യൻ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റും മ്യാൻമറിലെ ബിഷപ്സ് കോൺഫറൻസ് പ്രസിഡന്റുമായ കർദിനാൾ ചാൾസ് ബോ പിതാവ് സ്ഥാനമൊഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് 2025 ജനുവരി 1 പിതാവ് സ്ഥാനം ഏറ്റെടുത്തത്. 2024 ഫെബ്രുവരി 22 ബാങ്കോക്കിൽ നടന്ന അവസാന സെൻട്രൽ കമ്മിറ്റി യോഗത്തിൽ ഭാരതത്തിന്റെ ലത്തീൻ മെത്രാൻ സമിതി പ്രസിഡന്റ് കൂടിയായിരുന്ന കർദിനാൾ ഫിലിപ്പ് നേരിയെ തെരഞ്ഞെടുത്തുവെങ്കിലും ജനുവരി 1 സ്ഥാനം ഏറ്റെടുത്തത്. ജൂബിലി ആഘോഷിച്ചു. മേരി മക്കൾ സന്യാസിനി സമൂഹത്തിലെ 40 സിസ്റ്റേഴ്സ് തങ്ങളുടെ സന്യാസ സമർപ്പണത്തിന്റെ സുവർണ രജത ജൂബിലി തിരുവനന്തപുരം കുടപ്പനക്കുന്ന് DM ജനറേറ്റ് ഹൗസിൽ വെച്ച് ജനുവരി 8 ആഘോഷിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മൊറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഡോക്ടർ ലിഡിയയുടെ നേതൃത്വത്തിൽ 6 പ്രൊവിൻസുകളുടെയും പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സും സിസ്റ്റേഴ്സും ചേർന്ന് കാതോലിക്ക ബാവായ്ക്ക് നാമഹേതുക തിരുനാൾ ആശംസകൾ നേർന്നു. സ്വീകരിച്ചു. ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടത്തപ്പെട്ട 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ ജനുവരി 4 എത്തിച്ചേർന്ന സ്വർണ്ണക്കപ്പ് മൊറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവ സ്വീകരിച്ചു. കേരളത്തിലെ മന്ത്രിമാരും വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റു വിശിഷ്ടാതിഥികളും സന്നിഹിതരായിരുന്നു. നിയമിതനായി പത്തനംതിട്ട ഭദ്രാസനത്തിലെ മുറിഞ്ഞകൾ ഇടവക അംഗമായ ഫാദർ മാത്യു പടയിനിക്കൽ, രക്തസാക്ഷികളായ നിക്കോളാസ് ക്രിക്, എറ്റീനി എന്നീ ഫ്രഞ്ച് മിഷണറിമാരുടെ വിശുദ്ധ നാമകരണ നടപടികളുടെ റോമൻ പോസ്റ്റ്ലേറ്ററായി ജനുവരി 6 നിയമിതനായി. പൊന്തിഫിക്കൽ ലാറ്ററൻ യൂണിവേഴ്സിറ്റിയിൽ കാനോൻ നിയമത്തിൽ ഡോക്ടറേറ്റ് പഠനം നടത്തുന്ന ഫാദർ മാത്യു പടയിനിക്കൽ റോമിലെ സാന്താ മരിയ ദി നാസറത്ത് ഇടവകയുടെ കോപ്പറേറ്റർ വികാരി കൂടിയാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ നിന്നും ഇത്തരത്തിൽ കാനോണൈസേഷൻ നടപടിയുടെ റോമൻ തലത്തിലെ പോസ്റ്റ്ലേറ്ററായി ഒരാൾ നിയമിതനാകുന്നത് ഇതാദ്യമായാണ്. വൈദിക പട്ടം സ്വീകരിച്ചു. ബദനി മിശിഹാനുകരണ സന്യാസ സമൂഹം തിരുവനന്തപുരം നവജീവൻ പ്രൊവിൻസിലെ ഡീക്കന്മാരായ അഗസ്റ്റിൻ പാലക്കൊഴി OIC, ആൽബിൻ ജോസഫ് OIC, ബിബിൻ ഡേവിഡ് OIC, ജോൺ ബിബിൻദാസ് OIC, മാർട്ടിൻ മാത്യു OIC എന്നിവർ ജനുവരി 7 പട്ടം സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിയൽ കത്തീഡ്രലിൽ വെച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മൊറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവായിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു. അഭിവന്യ മാത്യൂസ് മാർ പക്കോമിയോസ് മെത്രാപ്പോലിത്ത, അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, അഭിവന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് എപ്പിസ്കോപ്പ എന്നിവർ സന്നിഹിതരായിരുന്നു. ജൂബിലി വർഷത്തിന് തിരിതെളിയിച്ച് തിരുവല്ല അതിഭദ്രാസനം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ 2025 വർഷം ആഗോള കത്തോലിക്ക സഭ ജൂബിലി വർഷമായി ആചരിക്കുന്ന വേളയിൽ തിരുവല്ല അതിഭദ്രാസനതല ആഘോഷം ജനുവരി 6 തിരുവല്ല സെന്റ് ജോൺസ് മെത്രാപ്പൊലിത്തൻ കത്തീഡ്രലിൽ വെച്ച് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അതിഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലിത്തൻ ആർച്ച് ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തു. അതിഭദ്രാസനത്തിലെ വൈദികർ, സന്യസ്തർ, വൈദികാർത്ഥികൾ, അൽമായർ എന്നിവർ സംബന്ധിച്ചു. സുവിശേഷ സന്ധ്യ നടത്തപ്പെട്ടു. ബത്തേരി ഭദ്രാസനത്തിലെ എടക്കര നിലമ്പൂർ മേഖലയുടെ 50ാമത് ബൈബിൾ കൺവെൻഷന്റെ മുന്നൊരുക്കമായി ജനുവരി 6 ചുങ്കത്തറയിൽ വെച്ച് സുവിശേഷ സന്ധ്യ നടത്തപ്പെട്ടു. എടക്കര നിലമ്പൂർ മേഖല വികാരി ഫാദർ ജോൺ കലൂർ ഉദ്ഘാടനം ചെയ്ത സുവിശേഷ സന്ധ്യ സുവിശേഷ സംഘം സഭാതല ജോയിന്റ് സെക്രട്ടറി സിസ്റ്റർ ഡോക്ടർ മേരി പ്രസാദ് DM നയിച്ചു. ക്രമീകരണങ്ങൾക്ക് എടക്കര നിലമ്പൂർ സുവിശേഷ സംഘാംഗങ്ങൾ നേതൃത്വം നൽകി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.